നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് ആ അച്ഛന്റെ മകളാവൻ നോക്ക്. എന്നെ ഒന്ന് ചോദ്യം ചെയ്യാനും വരട്ടാനും ഒക്കെ ഡോക്ടർ ജയശങ്കർ നോക്കി. പതിവ് പോലെ പത്തി അടിച്ച് പരത്തിയിട്ടുണ്ട് ഞാൻ. നിന്റെ കഴുത്ത് വെട്ടുമെന്നായിരുന്നു ഭീഷണി. ഇൻട്രസ്റ്റിംഗ്. അത്ര പെട്ടെന്നൊന്നും അറ്റുപോകുന്ന തലയല്ല എന്റേന്ന് മമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നു. പറയാതെ പിന്നെ. അതിരിക്കട്ടെ, എവിടേക്കാണ് അയാൾ പോയതെന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റിയോ? ആ പെണ്ണെവിടെയാണെന്നും? ഇത്തവണ ജയശങ്കറിനെ പിന്തുടരാനുള്ള കൊട്ടേഷൻ ഞാൻ വേറൊരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, അതും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ. വിശദമായിട്ടുള്ള വിവരം കിട്ടും. ബാക്കി എന്തു വേണമെന്ന് അന്നേരം തീരുമാനിക്കാം. വേറൊന്നുമില്ലല്ലോ മമ്മ? ഇല്ല, മമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. ആ ശരി, മമ്മ പ്രാർത്ഥിച്ച് ഒരു കുരിശു മരിച്ചു കിടന്നോ? അത്യുന്നതങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവും പിന്നെ എന്റെ സ്വന്തം പിതാവും സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഓക്കെ മമ്മ, ബൈ. ആണിപ്പഴുതുള്ള കൈകാലുകളിൽ നോക്കിയാണ് ഞാൻ പ്രാർത്ഥിച്ചതും യാചിച്ചതും. നീ എന്റെ പ്രാർത്ഥന കേട്ടു. പക്ഷേ ചോര പുരണ്ട ആണിയിൽ തൊഴിച്ചവരോ അനുഭവിച്ചു തുടങ്ങുന്നു. നിങ്ങളെന്താ ഇവിടെ? ഓ, മരുമോള് പറഞ്ഞു വിട്ടതായിരിക്കും. മറഞ്ഞു നിന്ന് രഹസ്യം പിടിക്കാനല്ലേ? അയ്യോ അല്ല, പിന്നെ ഞാനേ കിടക്കുന്നതിന് മുമ്പ് അടുക്കള ഒന്ന് ഒതുക്കാൻ വന്നതാ. അതിനു മുമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിക്കാനാ. ആ, അത് കൊള്ളാം. നിങ്ങൾ അടുക്കള ഒതുക്കിക്കോ, പക്ഷെ എന്നെ ഒതുക്കാൻ നോക്കണ്ട കേട്ടോ. ഞാൻ ചേച്ചിയോട് അല്ല മേഡത്തിനോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് ഈ ദേഷ്യം? അത് ന്യായമായ ചോദ്യം. കാര്യം പറയാം. എനിക്ക് എന്റെ ആങ്ങളെയും മകളെയും കണ്ണെടുത്ത കണ്ടുകൂടാ. എനിക്ക് എന്റെ ഏറ്റവും വലിയ ശത്രുക്കളെ അവരാണ്. അപ്പൊ പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ മകനോടും എനിക്ക് ഇഷ്ടം തോന്നുവോ? ഇല്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇതിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങാനായിട്ട് തള്ളി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ അവിടെ കിടന്ന ആ സാമ്പ്രാണിക്കൊടിയിലെ ഉള്ള കഞ്ഞിയും കുടിച്ച് കായൽക്കാറ്റ് കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നാ പോരായിരുന്നോ? അല്ല, ഞാൻ അക്ഷരമോള് വന്ന് വിളിച്ചപ്പോ മോക്കൊരു കൂട്ടിന്. ഓ അയ്യോ, കൂട്ടിന് വന്ന ഒരു കുമ്മാട്ടി. അയ്യോ, നിങ്ങൾ അമ്മയും മോനും ഒരു മൂളില്ലാത്തവരായി പോയി. അവൾക്കും അപ്പനും തൽക്കാലത്തേക്ക് അവരുടെ അടുക്കളയിലേക്ക് കയറാൻ ഒരു വേലക്കാരിയെ വേണമായിരുന്നു. ഇവിടെ നേരത്തെ അടുക്കള സർവീസ് ഞാനായിരുന്നല്ലോ. അത് ഞാൻ അങ്ങ് നിർത്തിയതോടെ കാശ് ചെലവില്ലാതെ പകരം ഒരാളെ വേണം. അതിന് ചക്രവാക്കും പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ മകന്റെ തലയ്ക്കകത്തെ കായൽ ചേറാണല്ലോ. ആദ്യം അയാള് സ്നേഹം നടിച്ച് നിങ്ങളുടെ മകനെ അടിമയാക്കി. എന്നിട്ടിപ്പ ആ പാവ എവിടെയാ? ചെയ്യാത്ത കുറ്റത്തിന് ജയിലില്. രക്ഷപ്പെട്ടത് ആരാ? അയാളുടെ മകള്. ആ, അച്ഛന്റെ അല്ലേ മോള്. അവള് സ്നേഹം നടിച്ച് നിങ്ങളെ അങ്ങ് വേലക്കാരിയാക്കി. എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനാവില്ല. നിങ്ങൾ ചിന്തിക്കണ്ട. സമയം പോലെ മരുമോളെ കുറിച്ച് വിസ്തരിച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കേൾക്കണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട. മോനെയും കുട്ടി ഉള്ള ഉയരും കൊണ്ട് എത്രയും വേഗം നാട് പിടിച്ച നിങ്ങൾക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ.
ദേവൂട്ടി, ഇന്ന് ദേവൂട്ടി ഒരുപാട് കരഞ്ഞല്ലേ? എനിക്ക് സങ്കടം സഹിക്കുന്നില്ല സുധിയേട്ടാ. സുധിയേട്ടൻ എന്നെ ഇട്ടിട്ട് പോയതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ. എന്തിനാ എന്റെ ദേവൂട്ടി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കരയാൻ നിൽക്കുന്നേ? ഞാൻ എങ്ങും പോയിട്ടില്ല. ഇപ്പോഴും ദേവൂട്ടിയുടെ സുധിയേട്ടന്റെ ഹൃദയം ഈ ഭൂമിയിലും മിടിക്കുന്നുണ്ട്. അത് ആർക്ക് വേണ്ടിയാ? എന്റെ ദേവൂട്ടിക്ക് വേണ്ടിയല്ലേ? അതറിയാം. അതല്ലേ സുധിയേട്ടാ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ദേവൂട്ടി സങ്കടപ്പെടരുത്, എല്ലാം മാറും. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ദേവൂട്ടി അനുസരിക്കണം. ദേവൂട്ടിയുടെ നന്മ മാത്രമേ ആ പാവങ്ങളുടെ മനസ്സിലുള്ളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ്, ഏറെ അപകടം പിടിച്ചത്. സുധിയേട്ടൻ കൂടെയുണ്ട്. എങ്കിലും എന്റെ ദേവൂട്ടി സൂക്ഷിച്ചോണം. ചുമ്മാ ദൈവങ്ങളൊക്കെ ഉറക്കാണെങ്കിലേ ഒന്ന് ഉണർത്താന്ന് വിചാരിച്ചു. ചെറിയ വെടിവഴിപാട് അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ മുന്നിലാണോ വിളച്ചിലെടുക്കുന്നത്? നിനക്ക് എന്നു മുതലാ പിശാചേ ദൈവവും ദേവരൊക്കെ ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അപ്പന്റെ മോളുടെ മുമ്പില് ഒരു ദൈവം കണ്ണു തുറക്കത്തില്ല. കാണാം. കാണാം. കൊറേ കാലം ദൈവം നിന്റെ ഡാഡിയുടെ ചതിക്കും കൊള്ളരുതായ്മയ്ക്കും നേരെ കണ്ണടച്ചു. ഇപ്പൊ ദൈവം കണ്ണു തുറന്നിരിക്കുന്നത് ഈ കാഞ്ചനയുടെ കണ്ണുനീരിന് നേരെയാ. അനുഭവിക്കും നീയൊക്കെ. ഉദിച്ചുയർന്ന സൂര്യനെയും കത്തിച്ചു വച്ച ഈ വിളക്കിനെയും സാക്ഷി നിർത്തി ഈ കാഞ്ചന പറയോ? അപ്പച്ചി പ്രാക്കൊന്ന് നിർത്ത്. നേരം വെളുത്തതല്ലേ ഉള്ളൂ. ഞാൻ ഉണരുന്നതേ നിന്നെ നിന്റെ അപ്പനെ പ്രാകാൻ വേണ്ടി തന്നെയാ. മോളെ, ആഹാ വന്നല്ലോ അക്ഷരമോളുടെ ചട്ടുകമ്മായിയമ്മ. എന്തായിരുന്നു മോളെ ഇത്തിരി മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഓ അതേ, ഞാൻ ഇന്നലെ ഒരു ബോംബുണ്ടാക്കിയതാ. ഒന്ന് പരീക്ഷിച്ചതോ? എന്താ ഒരെണ്ണം നിങ്ങൾക്ക് വേണോ? അമ്മ ചുമ്മാ അപ്പച്ചി പറയുന്ന കേട്ട് നിൽക്കാതെ അമ്മ അമ്മയുടെ പാട് നോക്കിയേ. അമ്മ രാവിലെ അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞില്ലേ? ഇന്നെന്താ അമ്പലത്തിലെ വിശേഷം? ചുടല ഭദ്രകാളിയുടെ ബർത്ത്ഡേ ആണോ? ചുടല ഭദ്രകാളിയുടെ അല്ല, വീരഭദ്രന്റെ. ഇന്ന് നിരഞ്ജന്റെ അച്ഛന്റെ ഓർമ്മ ദിവസം. അടുത്ത ദിവസം മോന്റെ പിറന്നാളും. അത് കൊള്ളാലോ, രണ്ടും അടുത്തടുത്ത തീയതി. അതെന്താ സാമ്പ്രാണിക്കുടയിലെ നിരഞ്ജൻ ഡോക്ടർ തന്തക്കാലിലാണോ ജനിച്ചത്? അല്ല, 2 തീയതി അടുത്തു വന്നോണ്ട് ചോദിച്ചതാ. മകന്റെ തന്തക്കാലിന്റെ മെച്ചം കൊണ്ടാണല്ലോ ഭർത്താവിനെ നേരത്തെ കായൽ കൊണ്ടുപോയത്. അപ്പച്ചി മതി, നിർത്ത്. ഓ അമ്മ ചെല്ല്, അമ്പലത്തിൽ പോകാനിറങ്ങ്. ഓ അമ്മായിയമ്മ പറഞ്ഞപ്പോ അവക്കങ്ങ് നൊന്തു. ആ നോവും ആ പാവത്തെ കുത്തി നോവിക്കുമ്പോ അപ്പച്ചക്ക് എന്ത് മനസ്സുഖോ കിട്ടുന്നേ? ഓ നല്ല മനസ്സുകൊണ്ടടി. അതുകൊണ്ട് തന്നെ ഇതിലും ഇതിനേക്കാൾ ആഴത്തിൽ കുത്തു നോവിക്കും ഞാൻ. നിന്നെ സ്നേഹിക്കുന്നവരെ, നിനക്ക് വേണ്ടി നിൽക്കുന്നവരെ കാഞ്ചന നോവിക്കും, പിന്നാലെ നടന്ന് നോവിക്കും. ഒറ്റ ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടില്ല. 3.5 തരം. എന്ത് കാര്യത്തിനാ അപ്പച്ചി? നിന്നെ നിന്റെ തന്തയെ സ്നേഹിക്കാനും നിങ്ങളോട് അടുക്കാനും മനസ്സമാധാനം ആഗ്രഹിക്കുന്ന, ഉയിരിനെ പേടിക്കുന്ന ഒരാളും നിങ്ങളോട് അടുക്കരുത്. ഒറ്റപ്പെടലിന്റെയും മഴയും വെയിലും നനഞ്ഞ് ഒറ്റയ്ക്ക് അലയുന്നതിന്റെ വേദന നിങ്ങൾ അപ്പനും മോളും അറിയണം.